ओम नमो भैरवाय सर्वब्रह्मांड सर्वग्रह सर्वाकाश गंगा सर्वभूत मंडल प्रेत मंडल पिशाच मंडल डाकिनी मंडल शाकिनी मंडल हाकिनी मंडल यमराज मंडल इंद्रमंडल अग्निमंडल വായുമണ്ഡല ഭൂമിമണ്ഡല ആകാശമണ്ഡല നവഗ്രഹ. ജ്യോതിഷപ്രകാരം ചില നക്ഷത്ര ജാതകർക്ക് സമയം മാറുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ ഇവരുടെ സമയം മാറും. ഇതുവരെ ഉണ്ടായിരുന്ന സകല കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. ദുരിത ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ശുക്രൻ ഉദിക്കും ഇവരുടെ രാശിയിൽ. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ 4 രാശിക്കാർ എത്തുന്നത്. തിരുവോണം നക്ഷത്രത്തിൽ ശുക്രൻ ഉദിച്ചാൽ അനുഗ്രഹ വർഷമാണ്, സമ്പന്ന യോഗമാണ്, ഗജകേസരി യോഗമാണ്. ഫെബ്രുവരി 20 ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിൽ സംക്രമിക്കുന്നു. അത് ചില രാശിചിഹ്നങ്ങളുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നു. ജ്യോതിഷത്തിൽ ശുക്രനെ സ്നേഹം, സൗന്ദര്യം, അഭിനിവേശം, ആനന്ദം എന്നിവയുടെ ഘടകമായി കണക്കാക്കുന്നു. സാമ്പത്തികം, സൗന്ദര്യശാസ്ത്രം, ആനന്ദം എന്നിങ്ങനെയുള്ള വ്യത്യസ്ത വശങ്ങളെ ഇത് നിയന്ത്രിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ജ്യോതിഷം അങ്ങനെയാണ്, അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും വിജയിക്കുവാൻ കഴിയും. ഇവിടെ ഈ 4 രാശിക്കാർക്ക് ഇനി വിജയത്തിൻ്റെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. കഷ്ടതകൾ അവസാനിക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. പിണങ്ങിപ്പോയവരൊക്കെ ഇണങ്ങി വരുന്ന സമയമാണ്. അതിസമ്പന്ന യോഗത്തിലേക്ക് എത്തുന്ന സമയമാണ്. ശുക്രൻ ഇവരുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ശുക്രൻ ഇവരുടെ മേൽ അടിച്ചിരിക്കുന്നു. ശുക്രൻ അടിച്ചാൽ ജീവിതം വിജയിക്കും. ഇനി ഇവരെ വെല്ലുവിളിക്കാൻ ആർക്കുമാകില്ല. ഇനി ഇവരെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. ഇവർ തന്നെ വലിയ വലിയ നിലകളിലെത്തും. ഇവർ തൊടുന്നതെല്ലാം പൊന്നാകും. ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കും. അത്രയേറെ ഭാഗ്യത്തിലേക്ക് ഇവർ എത്തും. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇവർ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട്. അതൊക്കെ നടത്തി മുന്നോട്ട് കുതിക്കുക. നിങ്ങളെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ക്ഷേത്രദർശനം വേണം, ദാനധർമ്മങ്ങൾ നടത്തണം. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. ആഗ്രഹങ്ങളൊക്കെ നിറവേറും. പിണങ്ങി നിന്നവരൊക്കെ ഇണങ്ങി വരും. ശത്രുക്കളൊക്കെ പമ്പ കടക്കും. ഇനി നിങ്ങളുടെ സമയമാണ്. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി, ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സമൃദ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും, ഉറപ്പാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും, ഉറപ്പായും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുര സുന്ദരിയും പ്രഹളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല നല്ല അനുഭവങ്ങളും വന്നു ചേരും, ഉറപ്പാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. തിരുവോണം നക്ഷത്രത്തിൽ ശുക്രൻ അനുഗ്രഹ വർഷമാണ്, സമ്പന്ന യോഗമാണ്. 4 രാശിക്കാർക്ക് ഇനി സമയം തെളിയാൻ പോകുകയാണ്. ജാതകത്തിൽ ശുക്രൻ്റെ ശക്തമായ സ്ഥാനം ജീവിതത്തിൽ സ്നേഹത്തിനും പ്രണയത്തിനും കാരണമാകുന്നു. ശുക്രൻ്റെ അനുഗ്രഹത്താൽ പൂർത്തിയാകാത്ത വിവിധ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് കഴിയും. ജ്യോതിഷപ്രകാരം ശ്രാവണ നക്ഷത്രം ചന്ദ്രൻ ഭരിക്കുന്ന നക്ഷത്രമാണ്. ശ്രാവണ നക്ഷത്രം സരസ്വതി ദേവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രത്തിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയെ സംഗീതം, നൃത്തം, അഭിനയം തുടങ്ങിയ വിവിധ കലകളിൽ വിദഗ്ധരാക്കും. ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്ന ഈ സമയത്ത് ഭാഗ്യം തിളങ്ങുന്ന, ധനം ധാരാളം വന്നു ചേരുന്ന, എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്ന, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ആ ഭാഗ്യശാലിയായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ മേടൻ രാശിക്കാർ തന്നെയാണ്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക ഇവർക്ക് ഭാഗ്യമാണ്.
ധനസ്ഥിതി വർദ്ധിക്കും. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യമാകും. ഇവരെന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മേടൻ രാശിക്കാർ എത്തിയിരിക്കുന്നത്. ഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭൈരവർക്ക് ഉപപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ പ്രാർത്ഥന നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അവസാനിക്കും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി നിങ്ങളുടെ നാളുകൾ തന്നെയാണ്. ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കും ഉറപ്പാണ്. മേടൻ രാശിക്കാർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയും. അതുപോലെ തന്നെ വാഹനം വാങ്ങുവാൻ സാധിക്കും. ധാരാളം ധനം വന്നു ചേരും. വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. കുറേ നാളുകളായി വിചാരിച്ചിരിക്കുന്ന വിദേശയാത്ര പൂർത്തീകരിക്കുവാൻ സാധ്യമാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ്. ഇനി ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് മേടൻ രാശിക്കാർ എത്തുന്നത്. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നിങ്ങൾ നേടിയെടുക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ കൂവള അർച്ചന നടത്തുക. അടുത്ത നക്ഷത്ര ജാതകർ ധനുരാശിക്കാരാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം ഇതുവരെ അനുഭവിച്ച സകല ബുദ്ധിമുട്ടുകളും സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഇനി നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു. നിങ്ങളുടെ സകല കഷ്ടപ്പാടുകളും അവസാനിക്കുന്നു. ആഗ്രഹിച്ചത് എന്തും നിങ്ങൾ നേടിയെടുക്കുന്നു. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. മാസത്തിൽ ഒരു തവണ നവഗ്രഹ പൂജ നടത്തുക. തീർച്ചയായും വിജയിക്കാൻ കഴിയും. അടുത്ത നക്ഷത്ര ജാതകർ കുംഭൻ രാശിക്കാരാണ്. കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൊരുരുട്ടാതിക്കും ഇത് നല്ല കാലമാണ്. ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുന്ന സമയം. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. ധാരാളം ധനം വന്നു ചേരുന്ന സമയം. ജോലി സാധ്യത കാണുന്നു. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരും. അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇനി നല്ല സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ്. അടുത്തത് മീനൻ രാശിക്കാർ. ശുക്രൻ ശ്രാവണ നക്ഷത്രത്തിൻ്റെ 11ാം ഭാവത്തിലായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ആഗ്രഹിച്ചതെന്തും നിങ്ങൾ സ്വന്തമാക്കും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ എത്താൻ പോകുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും. നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ്. സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവരാണ്. ഇനി അതൊക്കെ മാറും. പൂരുരുട്ടാതിയും മുത്തിട്ടാതിക്കും രേവതിക്കും ഇനി ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അസുലഭമായ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. ധാരാളം ധനം വന്നു ചേരും. കൊതിച്ചതൊക്കെ നിങ്ങൾ നേടിയെടുക്കും. ഇനി നിങ്ങളുടെ നല്ല സമയമാണ്. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നവഗ്രഹ പൂജ നടത്തണം. ഗണപതി ഹോമം നടത്തണം. ശിവന് ധാര നടത്തണം. കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങൾ, വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഉചിതമായ മറുപടി തരുന്നതാണ്. നന്ദി, നമസ്കാരം.